നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കോൺഗ്രസിനുള്ളിലെ ചരടുവലികളും പോരുകളും ശക്തമാവുകയാണ്. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ സംസ്ഥാനത്തെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ചേരിതിരിവ് ശക്തമായത്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ ഒതുക്കാനും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തലയെ ഉയർത്തിക്കൊണ്ടുവരുവാനുമുള്ള തന്ത്രപരമായ രാഷ്ട്രീയ നീക്കങ്ങളാണ് അണിയറയിൽ നടക്കുന്നതെന്ന് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സംഭവങ്ങൾ വ്യക്തമാക്കുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് ശേഷം ജനപ്രീതി ഇടിഞ്ഞ രമേശ് ചെന്നിത്തല അങ്ങ് പതിയെ വെട്ടി അവിടെ വി.ഡി. സതീശനെത്തി. ഇതോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളും കോൺഗ്രസ് വിജയം നേടി. ഇത് വി.ഡി. സതീശന്റെ നേതൃത്വത്തിന്റെ പിന്തുണയായി വിലയിരുത്തപ്പെട്ടു. സംസ്ഥാനം തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കും പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും കടക്കാനിരിക്കെ കോൺഗ്രസിനകത്തെ ഇപ്പോഴത്തെ ചേരിതിരിവ് മനഃപൂർവ്വം ഉണ്ടാക്കിയതാണെന്ന് രാഷ്ട്രീയ വിദഗ്ധർ പറയുന്നുണ്ട്. സംസ്ഥാനത്തെ പ്രമുഖനായ രണ്ട് സമുദായ നേതാക്കളായ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരും SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും രമേശ് ചെന്നിത്തലയെ പുകഴ്ത്തുകയും സമുദായ നേതൃത്വ പരിപാടികളിലേക്ക് ചെന്നിത്തലയെ നയിക്കുകയും ചെയ്തു എന്ന് വി.ഡി. സതീശനെതിരായ കരുനീക്കത്തിന്റെ ഭാഗമാണ് ഇത്. സമുദായ നേതാക്കൾ പരസ്യമായും മുസ്ലിം ലീഗ് രഹസ്യമായും ചെന്നിത്തലയ്ക്ക് പിന്തുണ നൽകുന്നു എന്ന പ്രതീതി സൃഷ്ടിച്ചത് വി.ഡി. സതീശനെ ഒതുക്കാനാണ്. ഇതിന് പിന്നിൽ ചില കോൺഗ്രസ് നേതാക്കളാണ് എന്ന കാര്യം വ്യക്തമാണ്. രമേശ് ചെന്നിത്തല ഇടപെട്ട് നടത്തിയ പൊളിറ്റിക്കൽ കൊട്ടേഷനാണ് ഇപ്പോൾ നടക്കുന്നത്. കോൺഗ്രസ് സൈബർ ഗ്രൂപ്പുകൾ പോലും വി.ഡി. സതീശന്റെ പോസ്റ്റിന് കീഴിൽ ചെന്നിത്തല ഫാൻസിന്റെ തെറിവിളികളും കാണാം. ചെന്നിത്തലയുടെ മകന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. ഒന്നിലധികം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി മോഹികൾ ഉണ്ടെന്ന് വരുത്തി തീർത്തി ജനങ്ങൾ ആശയക്കുഴപ്പം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നാണ് പരക്കെയുള്ള ആരോപണം. ഇത് ശരിയല്ല. ശരിക്കും മുഖ്യമന്ത്രി കസേരയ്ക്കായി മത്സരിക്കുന്ന നേതാക്കളാണ് കോൺഗ്രസിനകത്തുള്ളത്. തെരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിലും സമുദായ നേതാക്കളുടെ പിന്തുണ നേടി ഉള്ള ഓട്ടത്തിലാണ് രമേശ് ചെന്നിത്തല. മുസ്ലിം ലീഗ് പിന്തുണ പരസ്യമായി ലഭിച്ചാൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ നേതൃസ്ഥാനത്തെ ഒന്നാമനാകാമെന്ന പ്രതീക്ഷയാണ് ചെന്നിത്തലയ്ക്കുള്ളത്. പാർട്ടിക്കുള്ളിൽ വി.ഡി. സതീശനെ ഒറ്റപ്പെടുത്തി മുഖ്യമന്ത്രി കസേരയിലെത്താമെന്നത് ചെന്നിത്തലയുടെ ലക്ഷ്യം തന്നെയാണ്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പോടെ ചെന്നിത്തല സതീശനെ മൂലക്കിരുത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല.